തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിലാണ് സംഭവം. 1ാം വർഷ വിദ്യാർത്ഥിയായ അഭിഷേക് എസ്ആറിനെയാണ് 2ാം വർഷ വിദ്യാർത്ഥി മർദ്ദിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 10ാം ക്ലാസ്സുകാരന് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് പാലോറക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസിന്. വെൽഫെയർ പാർട്ടിക്കിടെയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ മൊഴി പുറത്ത്. മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയത് മാതാവിനെ നിരന്തരം കുറ്റപ്പെടുത്തിയതിലാണെന്ന് മൊഴി. ഫർസാനയോട് കൊലപാതക വിവരം പങ്കുവച്ചിരുന്നുവെന്നും എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചതിന് പിന്നാലെ കൊലപ്പെടുത്തിയെന്നും മൊഴി. നാട്ടിലെത്തിയ പിതാവ് അബ്ദുൾ റഹീമിനോടും കട്ടിലിൽ നിന്ന് തലയടിച്ച് വീണതെന്ന മൊഴി ആവർത്തിച്ച് മാതാവ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായുള്ള ഹാരിസൺ മലയാളത്തിന്റെ അപ്പീലിന് സ്റ്റേ ഇല്ല. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പണം നൽകണമെന്ന ഹാരിസൺസ് വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല. പുനരധിവാസ വിഷയത്തിൽ പൊതു താൽപര്യം സംരക്ഷിക്കപ്പെടണമെന്ന് ഹൈക്കോടതി. കോൺഗ്രസിന്റെ വയനാട് കളക്ടറേറ്റ് സമരത്തിൽ സംഘർഷം. ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പരാമർശ കേസിൽ BJP നേതാവ് PC ജോർജിന് ജാമ്യം. ജാമ്യം അനുവദിച്ചത് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി. PC ജോർജിന്റെ ആരോഗ്യാവസ്ഥ കൂടി പരിഗണിച്ചാണ് ജാമ്യം നൽകിയത്. ഇന്നലെ വാദം കേട്ട കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് നിർദ്ദേശം. തോമസ് കെ തോമസ് NCP സംസ്ഥാന അധ്യക്ഷനാകും. സംസ്ഥാനത്ത് 2 വർക്കിംഗ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തു. PK രാജൻ, PM സുരേഷ് ബാബു എന്നിവരാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ. ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിച്ച് CITUവിന്റെ ബദൽ സമരം. സമരസമിതി നേതാവ് S മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ അധിക്ഷേപിച്ചു. അതേസമയം ബദൽ സമരത്തിന് CITU ആളുകളെ എത്തിക്കുന്നതെന്ന് ഭീഷണിപ്പെടുത്തിയതെന്ന് സമരസമിതി നേതാവ് S മിനി. കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനാനുമതിക്കെതിരെ നിലപാട് വ്യക്തമാക്കി CPIM. ശക്തമായ എതിർപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻപ് ഉയർത്തിയിട്ടുള്ളതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കടൽ മണൽ ഖനനത്തിന് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന വ്യാജ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. പൂനെയിൽ നിർത്തിയിട്ട ബസ്സിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. ദത്തേത്രേയ രാംദാസ് ഘാഡെ പിടിയിലായത് പുലർച്ചെയോടെ. ഘാഡെ നിരവധി പോലീസുകളിൽ പ്രതിയെന്ന പോലീസ്. പ്രതിയെ പിടിക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 13 പോലീസ് സംഘങ്ങളെ വിന്യസിച്ചിരുന്നു. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് പുതിയ മേധാവി. നിലവിലെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായ തുഹീൻ കാന്ത പാണ്ഡെയെ സെബിയുടെ പുതിയ ചെയർമാനായി നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. മാർച്ച് 1 അവധിയായതിനാൽ തിങ്കളാഴ്ചയായിരിക്കും പാണ്ഡെ ചുമതലയേൽക്കുക. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പു കേസിൽ നടിമാരായ തമന്ന ഭാട്ടിയ, കാജൽ അഗർവാൾ എന്നിവരെ ചോദ്യം ചെയ്യാൻ പുതുച്ചേരി പോലീസ്. 60 കോടിയുടെ തട്ടിപ്പിലാണ് നടിമാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. തട്ടിപ്പ് നടത്തിയ കമ്പനിയുമായി നടിമാർക്ക് ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. പുതുച്ചേരിയിൽ നിന്നുള്ള 10 പേരിൽ നിന്ന് 2.40 കോടി തട്ടിയെന്നാണ് പരാതി. ഉത്തരാഖണ്ഡ് ബദ്രിനാഥിന് സമീപം മഞ്ഞുമല ഇടിഞ്ഞു വീണുണ്ടായ അപകടം. ചമോലി ജില്ലയിലെ ഇൻഡോ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന മാന ഗ്രാമത്തിലാണ് സംഭവം. റോഡ് നിർമ്മാണത്തിലേർപ്പെട്ട 57 തൊഴിലാളികൾ മഞ്ഞിടിയിൽപ്പെട്ടു. 16 പേരെ രക്ഷപ്പെടുത്തി. US വാഷിംഗ്ടണിൽ പ്രദർശനത്തിനിടെ തിയേറ്ററിൽ മേൽക്കൂര തകർന്നു വീണു. ബോളിവുഡ് ചിത്രമായ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന്റെ പ്രദർശനത്തിനിടെയാണ് സംഭവം. തിയേറ്ററിനകത്തുണ്ടായിരുന്നവർക്ക് പരിക്കുകളില്ലെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. പ്രദർശനം നടക്കുന്നതിനിടെ മേൽക്കൂരയുടെ ഭാഗം അടർന്ന് ഇരിപ്പിടങ്ങൾക്കുമേൽ പതിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. മേൽക്കൂര തകർന്നു വീഴാനുണ്ടായ കാരണം വ്യക്തമല്ലെന്നും
അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ. നേപ്പാളിൽ 6.1 തീവ്രതയിൽ വൻ ഭൂചലനം. വെള്ളിയാഴ്ച പുലർച്ചെ സിന്ധു പാൽചൌക്ക് ജില്ലയിലായിരുന്നു ഭൂചലനം. ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. ഭൈരവ്കുണ്ട് അണുപ്രഭവ കേന്ദ്രമെന്ന് ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നേപ്പാളിലെ കിഴക്കൻ മധ്യമേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് വത്തിക്കാൻ. സ്വകാര്യ അപ്പാർട്ട്മെന്റിലെ ചാപ്പലിൽ അദ്ദേഹം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. മാർപ്പാപ്പ അപകടകരമായ സ്ഥിതി തരണം ചെയ്തുവെങ്കിലും സ്ഥിതി ഗുരുതരമായി തുടരുകയാണെന്നും ഓക്സിജൻ തെറാപ്പി തുടരുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. കാറുകളടക്കം യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രാബല്യത്തിലാകുന്ന തീയതി പിന്നീട് പ്രഖ്യാപിക്കും. US നിർമ്മിത കാറുകളും കാർഷികോൽപ്പന്നങ്ങളും യൂറോപ്പ് വാങ്ങാറില്ലെന്നും US-നെ പിഴിയാനാണ് യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചതെന്നും ട്രംപ് ആരോപിച്ചു. ട്രാൻസ്ജെൻഡർ സൈനികരെ ജോലിയിൽ നിന്ന് നീക്കാൻ US നടപടി തുടങ്ങി. ഇതിനനുകൂലമായി പെൻഗൺ കോടതിയിൽ രേഖ സമർപ്പിച്ചു. 15,000 ട്രാൻസ് സൈനികർ പുറത്താക്കപ്പെടുമെന്ന് ആക്ടിവിസ്റ്റുകൾ പറയുന്നു. എന്നാൽ ഇത്രയും പേരില്ലെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ച് ഇസ്രായേൽ. ഇതോടെ ജനുവരി 19 ആരംഭിച്ച ഗാസ വെടിനിർത്തൽ 1ാം ഘട്ടം പൂർത്തിയായി. കൈറോയിൽ നടക്കുന്ന 2ാം ഘട്ട ചർച്ചയിൽ ഇസ്രായേൽ പങ്കെടുക്കും. പ്രതിനിധി സംഘം പുറപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. നീതിന്യായ രംഗത്തെ സഹകരണത്തിന്റെ സാധ്യതകൾ ഇന്ത്യയും സൗദിയും ചർച്ച ചെയ്തു. ഇന്ത്യൻ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണിയും സൗദി അറ്റോർണി ജനറൽ റിയാദിലെ പബ്ലിക് പ്രോസിക്യൂഷൻ ആസ്ഥാനത്താണ് കൂടിക്കാഴ്ച നടത്തിയത്. ക്രിമിനൽ നടപടിക്രമങ്ങളെയും ജുഡീഷ്യൽ പ്രക്രിയകളിലെ സാങ്കേതിക പുരോഗതികളെയും കുറിച്ച് വിശദീകരിച്ചു. ദേശീയപാത 66ന്റെ ആദ്യ റീച്ച് നിർമ്മാണ പ്രവർത്തികൾ മാർച്ചിൽ പൂർത്തിയാകും. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള പ്രവർത്തികൾ 90% പൂർത്തീകരിച്ചു. കാസർകോട്ടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് പൂർണ്ണമായി ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷ. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന മത്സ്യത്തൊഴിലാളി വിധവകൾക്കുള്ള പെൻഷൻ കുടിശ്ശിക അനുവദിച്ചു. 5 മാസത്തെ കുടിശ്ശികയായ 8,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് തുക ലഭ്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തീരമേഖലയിലും ഗോത്രമേഖലയിലും ഉൾപ്പെടെ കണ്ടെത്തിയ പരമ്പരാഗത കലാരൂപങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഇക്കാര്യത്തിൽ ഡിജിറ്റൽ സർവകലാശാലയുമായി ധാരണയിലെത്തിയിട്ടുണ്ട്. ലോകത്താദ്യമായാണ് ഇത്രയും കലാരൂപങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തത്. തൃശൂർ പാലപ്പിള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. 3 പാടികൾക്ക് പുറകിലും സമീപത്തെ ജുമാ മസ്ജിദിന്റെ പറമ്പിലും കൃഷി ചെയ്ത വാഴകളും കവുങ്ങുകളുമാണ് കാട്ടാന നശിപ്പിച്ചത്. വാഴ നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. വീട്ടുകാരും വാച്ചർമാരും ചേർന്ന് ആനയെ ശബ്ദമുണ്ടാക്കി കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വടിവാളുകൊണ്ട് കേക്ക് മുറിച്ച് ഗുണ്ടാ നേതാവിന്റെ ജന്മദിനാഘോഷം. കേസെടുത്ത കരുനാഗപ്പള്ളി പോലീസ് ആയുധം കൈവയ്ക്കുക, അന്യായമായി സംഘം ചേരുക എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കാസർഗോഡ് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് പാർട്ടി ആഘോഷമാക്കാൻ കഞ്ചാവ്. ലഹരി ഉപയോഗിച്ചതിനും കൈവശം വച്ചതിനും വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തു. കുട്ടികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി. കഞ്ചാവ് വിൽപ്പന നടത്തിയ കളനാട് സ്വദേശി സമീർ പോലീസിന്റെ പിടി. എറണാകുളം പള്ളിക്കവല ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഒഡീഷ നരസിംഗ്പൂർ സ്വദേശി സമർ കുമാർ ത്രിപതിയെയാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 600 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. പ്രതിയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയ 18-കാരനായ വിദ്യാർത്ഥിയെയും പോലീസ് പിടികൂടി.
എറണാകുളം മലയാറ്റൂർ അടിവാരത്ത് ലഹരിക്കെതിരെ കൈകോർത്ത് നാട്ടുകാരും പോലീസും. പരിപാടിയുടെ ഭാഗമായി കാലടി പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യ ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച് നിന്നാൽ വളരെ വേഗത്തിൽ നാട്ടിൽ നിന്ന് മയക്കുമരുന്ന് തുടച്ചു നീക്കാൻ കഴിയുമെന്ന് ASP പറഞ്ഞു. കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മാരക മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. ചാത്തന്നൂർ സ്വദേശി സുഹൈലാണ് പോലീസിന്റെ പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 2 ഗ്രാം MDMA പിടികൂടിയത്. ചാവക്കാട് എടക്കഴിയൂർ 4-ാം കല്ലിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടി. ഒഡീഷ സ്വദേശി പ്രതാപ് ബെഹ്റയാണ് പിടിയിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ചാവക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൻ മയക്കുമരുന്ന് വേട്ട. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 74.8 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. മസയ്യിദ് അഫ്രീദ്, S മുഹമ്മദ് ഷമീർ എന്നിവരാണ് അറസ്റ്റിലായത്. മീഞ്ച കൊളവയലിൽ നടത്തിയ വാഹന പരിശോധനയിൽ മയക്കുമരുന്ന് കണ്ടെത്തിയത്. മലപ്പുറം നിലമ്പൂരിൽ 4.4 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. MDMA കേസിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ പ്രതി റംസാനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ടൗണിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മലപ്പുറം പൂക്കോട്ടും പാടത്ത് 12 ഗ്രാം ഹെറോയിനുമായി ആസാം സ്വദേശി പിടിയിൽ. നഗൌൺ സ്വദേശി നസദ് അലിയാണ് എക്സൈസിന്റെ പിടിയിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പാലക്കാട് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ MDMA-യുമായി മൊത്ത കച്ചവടക്കാർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. മണ്ണേങ്ങോട് സ്വദേശി അക്ബർ, മലപ്പുറം സ്വദേശികളായ ഹാരിസ്, അൻഷിഫ് എന്നിവരെയാണ് പിടികൂടിയത്. ലഹരിക്കെതിരായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. തൃശൂരിൽ കൊരട്ടിയിൽ വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. കൊരട്ടിക്കടുത്ത് ചെറുവാളൂരിലാണ് സംഭവം. വൈക്കോൽ കയറ്റി കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാറിൽ സാഹസിക യാത്ര. 2-ാം മൈൽ ആനച്ചാൽ റോഡിൽ ചിത്തിരപുരത്തിന് സമീപത്ത് വെച്ചാണ് കാറിൽ യുവതി അപകടകരമായി യാത്ര ചെയ്തത്. കാറിന്റെ ഡോറിൽ കയറിയിരുന്ന യുവതി സാഹസിക യാത്രയ്ക്ക് മുതിർന്നതിന്റെ ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് മറിഞ്ഞ് യുവാവ് മരിച്ചു. ചാലക്കുടി ഷാബിൻ ഗഫൂറാണ് മരിച്ചത്. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂർ ചെറുവാഞ്ചേരി കല്ലുവളപ്പിൽ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. സെൻട്രൽ പൊയിലൂർ സ്വദേശി വിഷ്ണു രവീന്ദ്രനാണ് മരിച്ചത്. കരിങ്കല്ലിൽ ഇറക്കുന്നതിനിടെ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തൃശൂർ എരുമപ്പെട്ടി കരിയന്നൂരിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്ക്. കാർ ഓടിച്ചിരുന്ന മരത്തംകോട് സ്വദേശി വിനയകുമാറാണ് പരിക്കേറ്റത്. കാർ പൂർണ്ണമായും തകർന്നു. വിനയകുമാറിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി അമ്മയും മക്കളും മരിച്ചു. പാറോലിക്കൽ സ്വദേശികളായ ഷൈനി, മക്കളായ ഇവാന, അലീന എന്നിവരാണ് മരിച്ചത്. രാവിലെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആണ് ഇടിച്ചത്. 3 പേരും ട്രെയിനിന് മുന്നിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടെന്നും ഹോൺ മുഴക്കിയിട്ടും മാറിയില്ലെന്നും ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് പറഞ്ഞു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി.
ക്യൂട്ടി ബ്രഷ് ആൻഡ് ബാത്ത് ഇപ്പോൾ 28 രൂപയുടെ ക്യൂട്ടി സോപ്പിനൊപ്പം 10 രൂപയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് തികച്ചും സൗജന്യം. ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻസ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് Dhanalakshmi Hire Purchase and Leasing Limited. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. 28 രൂപയുടെ ക്യൂട്ടി സോപ്പിനൊപ്പം 10 രൂപയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് തികച്ചും സൗജന്യം. ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. പുറത്ത് പഠിക്കാൻ റെഡിയാ എങ്കിൽ സാലറി മറിയ. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. Jewel Rock Group of Companies, Kerala, Tamil Nadu. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. DBFS with 3 decades of expertise in wealth management and non-banking finance. Max Value Credits and Investments Limited. Kavita Gold and Diamonds. Choose your special. Kairali Agriculture Multi-State Cooperative Society Limited. DDRC Achilas, your love partner. ലാമിയർ മാട്രസ്, സുഖമായ ഉറക്കത്തിന് ലാമിയർ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ടെൻഷൻ? സൂപ്പർ റിയാലിറ്റി എക്സ്പോ മാർച്ച് 9 വരെ അടൂരിൽ. എല്ലാ ദിവസവും 3 മണി മുതൽ 10 മണി വരെ. സാമ്പത്തിക കാര്യങ്ങൾ ഓർത്തിനി ടെൻഷനേ വേണ്ട. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, ദി ലെഗസി ഓഫ് ട്രസ്റ്റഡ് സർവീസ്. അതിവേഗ വാർത്ത തുടരുന്നു. കാസർഗോഡ് ദേശീയപാതയിൽ പടന്നക്കാട് കാറും 2 സ്കൂട്ടികളും ഓട്ടോയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മേൽപ്പാലത്തിൽ നിന്നും നെഹ്റു കോളേജിനും ഇടയിലാണ് അപകടം. 4 വാഹനങ്ങളും പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചുടലമുക്കിൽ KSRTC ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. കൂടത്തായി അമ്പലക്കുന്ന് സ്വദേശി സീനത്തിനാണ് പരിക്കേറ്റത്. താമരശ്ശേരിക്ക് സമീപം ചുടലമുക്കിൽ വെച്ചായിരുന്നു സംഭവം. ഡോർ തുറന്നു പോയതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. കാസർഗോഡ് റോഡ് റോളറിന് പിന്നിൽ കാർ ഇടിച്ച ഒരാൾ മരിച്ചു. മലപ്പുറം സ്വദേശി മെഹബൂബാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സഹയാത്രികനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻവശം തകർന്ന കാർ 50 മീറ്റർ മുന്നോട്ട് നീങ്ങിയാണ് നിന്നത്. മൊഗ്രാൽ പുത്തൂർ ദേശീയപാതയിൽ കല്ലങ്കിയിലാണ് അപകടം. മലപ്പുറം പൊന്നാനിയിൽ SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 1-ാം പ്രതി പിടിയിൽ. വെളിയങ്കോട് സ്വദേശി സാദിഖാണ് പിടിയിലായത്. MDMA കടത്തിക്കൊണ്ടുവന്ന കാർ തടഞ്ഞ് പരിശോധിക്കാൻ ശ്രമിക്കവെയായിരുന്നു SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി പിടിയിൽ. പത്തനംതിട്ട സ്വദേശി പ്രജിത്താണ് അറസ്റ്റിലായത്. 85-കാരിയായ ഹൈമാവതിയെ ആക്രമിച്ചാണ് പ്രതി സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മന്ത്രി OR കേളു കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന തലത്തിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സമുദായ സംഘടനകളുടെ ഓരോ പ്രതിനിധികളും പങ്കെടുക്കും. നികുതി വർദ്ധിപ്പിച്ച് സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്ന് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച് സാധാരണ ജനത്തെ കൊള്ളയടിക്കുന്ന സർക്കാരാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വില്ലേജ് ഓഫീസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സുരക്ഷാ പ്രോജക്ടിന്റെ സമാപന സമ്മേളനം നടത്തി. വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി
റോഡരികിൽ ട്രാഫിക് കോൺവെക്സ് മിറർ, സൈൻ ബോർഡ് എന്നിവയും സ്ഥാപിച്ചു. കൊല്ലത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും സ്കൂട്ടറും തീയിട്ട് നശിപ്പിച്ചതായി പരാതി. മാടൻനടയിൽ ഇടയ്ക്ക് താമസിക്കുന്ന ദീപക്കാണ് പരാതി നൽകിയത്. സംഭവത്തെ തുടർന്ന് ഇരവിപുരം പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ആല സർവീസ് സഹകരണ സംഘത്തിൽ നിക്ഷേപ കൂട്ടായ്മ ഉപവാസ സമരം നടത്തി. 50ഓളം പേർ സമരത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്കും സഹകരണ മന്ത്രിക്കും പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന ആരോപണവും ഉയർന്നു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, കിഴക്ക് പടിഞ്ഞാറ് മേഖലകളുടെ നേതൃത്വത്തിൽ RTO ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് EA ഗോപകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. സമരരംഗത്തുള്ള ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും നേതൃത്വത്തിൽ സർക്കാർ ഇറക്കിയ സർക്കുലർ കത്തിച്ചു. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ജോയിന്റ് കൌൺസിൽ വർക്കല മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം VK മധു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ TJ അധ്യക്ഷത വഹിച്ചു. തൃശൂരിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സമ്മേളനം നടന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. തലശ്ശേരി ചാലിൽ ഗോപാലപേട്ട ദേശത്തിന് ആധുനിക മത്സ്യഗ്രാമ പദവി ലഭിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. രാജ്യത്തെ 3477 മത്സ്യഗ്രാമങ്ങളിൽ പഠനം നടത്തിയ ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ചാലിൽ ഗോപാപേട്ടയിൽ കോടികളുടെ വികസന പ്രവർത്തികളാണ് നടപ്പാക്കുന്നത്. തൃശൂരിൽ ഭവനരഹിതരായ 8 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും. ജെന്റിൽമാൻ ക്ലബിന്റെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന കുടുംബ സംഗമത്തിൽ വെച്ചാണ് തീരുമാനം. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ക്ലബിന് ലഭിച്ച 10 സെന്റ് സ്ഥലത്താണ് വീടുകൾ ഒരുക്കുക. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സ്പർശം വയോസേവനത്തിനായുള്ള വെബ് ആപ്ലിക്കേഷന്റെ പ്രഖ്യാപനം നടന്നു. ചടങ്ങിൽ സ്വാതന്ത്ര്യ വളണ്ടിയർമാരെയും കുട്ടികളുടെ വയോ വളണ്ടിയർമാരെയും ആദരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. തൃശൂർ അഴീക്കോടിൽ കടലിൽ മത്സ്യസമ്പത്തിന് നാശം വിതച്ച് രാത്രികാല ട്രോളിംഗ് നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. എറണാകുളം പള്ളിപ്പുറം സ്വദേശി ഓമന ജോസഫിന്റെ ബോട്ടാണ് പിടിച്ചത്. തൃശൂരിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സഹകരിച്ചുകൊണ്ട് കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാടൂരിൽ വേലിയേറ്റത്തിൽ പുതുതായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് തകർന്നു. ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മാണത്തിനായി നിർമ്മിച്ച താൽക്കാലിക ബണ്ടാണ് തകർന്നത്. റെഗുലേറ്റർ നവീകരണം ഉടൻ തുടങ്ങുമെന്ന് മുരളി പെരുന്നെല്ലി MLA പ്രതികരിച്ചു. തൃശൂരിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തികൾക്കായി നിർമ്മിച്ച ബണ്ട് തകർന്നതിൽ പ്രതിഷേധം. പടിഞ്ഞാറെ ബണ്ട് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM മുഹ്സിൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബണ്ട് തകർന്നതോടെ ഉപ്പുവെള്ളം കയറി പരിസരവാസികളുടെ കുടിവെള്ളമില്ലാതാവുന്ന അവസ്ഥയാണ്. ആലപ്പുഴ ചമ്പക്കുളത്ത് മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സംഗമം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ജസ്റ്റിൻ തോമസ് അധ്യക്ഷനായി.
രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഈറ്റ് റൈറ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വാക്കത്തോൺ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുജനങ്ങളിൽ സുരക്ഷിതവും പോഷകസമൃദ്ധവുമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായുള്ള കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ പദ്ധതിയാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 24-ന് മോട്ടോർ വാഹന തൊഴിലാളികൾ രാജ്യവ്യാപകമായി നടത്തുന്ന സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വാഹന പ്രചാരണ ജാഥയ്ക്ക് തൃശൂർ വടക്കാഞ്ചേരിയിൽ സ്വീകരണം. യോഗത്തിൽ സംഘാടക സമിതി രക്ഷാധികാരി എസ് ബസന്ത് ലാൽ അധ്യക്ഷനായി. മലപ്പുറം വണ്ടൂരിൽ കുടുംബശ്രീ CDS മുഖേന അയൽക്കൂട്ടം അംഗങ്ങൾക്ക് വായ്പാ വിതരണം നടത്തി. വിതരണത്തിന്റെ വണ്ടൂർ ശാഖാതല ഉദ്ഘാടനം AP അനിൽകുമാർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VM സീന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വായ്പാ വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P സിദ്ദീഖ് നിർവഹിച്ചു.